ഈ ഭയം ജനിക്കുന്നത് എവിടെയാണ്? മുൻപ് ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മാതൃക പക്ഷേ നല്ലതായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി ക്യാമ്പുകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് വലിയ തരത്തിലുള്ള ആശങ്ക ജനിക്കുന്നത്. ഇപ്പോൾ 398 ആളുകൾ ഇതിനോടകം തന്നെ സ്വന്തമായി ബന്ധു വീടുകളിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായി വാടക വീടുകൾ കണ്ടെത്തി അവിടേക്കോ മാറിയിട്ടുണ്ട്. പക്ഷെ അവർക്കുമുള്ള ആശങ്ക നിലനിൽക്കുന്നത് വാടക എത്ര നാളത്തേക്ക് കൊടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ബിഗ് സീറോ എന്നുള്ള നിലയിലാണ് ഇവിടെയുള്ള മനുഷ്യരുള്ളത്. ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. നമ്മൾ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ്? ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടേക്ക് എത്തിയപ്പോഴാണ് ക്യാമ്പിലുള്ള സോബിൻ, ലത്തീഫ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മൾ ഇവിടുന്ന് കാണുന്നത്. നമ്മൾ ഇന്നലെ ഈ വാർത്ത കൊടുക്കുന്ന ഘട്ടത്തിൽ ഞാൻ കൃത്യമായി അന്വേഷിച്ചിരുന്നു വാടക വീടുകളിലേക്ക് അലോട്ട്മെന്റ് പൂർണ്ണമായിട്ടുണ്ടോ, എങ്ങനെയാണ് ക്യാമ്പിലേക്ക് ഉള്ള ആളുകൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. സോബിനൊക്കെ ചേരുന്നു. സോബിൻ ഇവിടെ മുണ്ടക്കൈയാണ് അല്ലേ? ഇവിടെ മുണ്ടക്കൈ അട്ടപ്പാടി, നമ്മൾ താഞ്ഞന്റെ കോട്ടേഴ്സ് അട്ടപ്പാടിയാണ്. നമ്മുടെ സ്വന്തം വീട് മുണ്ടക്കൈ പുഞ്ചിരി മണ്ഡലം. ലയമാണോ? ലയാണ്. എസ്റ്റേറ്റ് ആരിസൻസ് മലയാളി ലിമിറ്റഡിന്റെ കോട്ടേഴ്സ് നമ്മൾ താമസിച്ചിരുന്നത്. സ്വന്തം വീട് മുണ്ടക്കൈയിലാണ്. മുണ്ടക്കൈ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ വാസയോഗ്യമാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോകാൻ തയ്യാറാണ്. പക്ഷെ കുടിവെള്ളത്തിന് ഒരു മാതൃകയില്ല അവിടെ. ഒരു കാരണവശാലും കുടിവെള്ളം നമുക്ക് കിട്ടുന്നില്ല അവിടെ. കുടിവെള്ളം കിട്ടുകയാണെങ്കിൽ നമ്മൾ പോകാൻ തയ്യാറാണ്. ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ കുട്ടികളെ പഠിത്തം നമ്മൾ നോക്കേണ്ട, അടുത്ത ഘട്ടത്തിൽ പഠിത്തം നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ക്യാമ്പിൽ നിന്ന് ഇറക്കി വിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? ഒരു ചോദ്യത്തിലിപ്പോൾ നിങ്ങളുടെ ലയങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് പകരം ഒരു വാടക വീടോ അല്ലെങ്കിൽ ലയം സുരക്ഷിതമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം? സുരക്ഷിതമാണെങ്കിൽ നമ്മൾ പോകാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ വന്ന് ഭൂമി പരിശോധിക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു ഇവിടെ സുരക്ഷിതമല്ല. ഒരു 35 മീറ്റർ കണക്കെല്ലാം പറഞ്ഞില്ല. നമുക്ക് ഒരു പൊടി കിട്ടുന്നില്ല. ഞാനിപ്പോൾ റെസ്ക്യൂവിന് ഓടുന്നുണ്ട്, ജീപ്പേറ്റ് പോകുന്നത്, നമുക്ക് ഇതിൽ ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല. അവർ വാസയോഗ്യം അല്ല പറഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കുക തന്നെ വേണം. സർക്കാരിൻ്റെ എന്താണ് നിയമം നമ്മളത് പാലിച്ചേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് വാടക വീടുകൾ ഏതെങ്കിലും ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് സർക്കാരിൽ ആരെങ്കിലും ബന്ധപ്പെട്ടോ ഈ ദിവസം? ഇല്ല, എന്നെ ഇതുവരെ ബന്ധപ്പെട്ടില്ല, അച്ഛനെയും ബന്ധപ്പെട്ടില്ല, നമ്മുടെ കുടുംബത്തിന് ആരും ബന്ധപ്പെട്ടില്ല. ഞങ്ങൾ 6 പേരാണ് കുടുംബത്തിലുള്ളത്. ഞങ്ങളിപ്പോൾ ഒരു അരപ്പറ്റ ഭാഗത്ത് ഒരു വീട് നോക്കി, ഒരു വാടക വീട് കോട്ടേഴ്സ് നോക്കി, വേറെ വ്യക്തിയുടെ പേരിലെ കോട്ടേഴ്സ് എസ്റ്റേറ്റ് ഇതേപോലെ അരിസൻസ് മണ്ഡലത്തിൻ്റെ ഒരു കോട്ടേഴ്സ് നോക്കിയിട്ട് അവിടെ നമ്മളിപ്പോൾ പോയിട്ടുള്ളത്. ഒരു വീട്ടിലിപ്പോൾ 6 പേര് നിൽക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു വീട് കൂടി കിട്ടണം. അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. 5 മണിക്ക് വെള്ളം വന്നാൽ 5:45, 6 മണിക്ക് വെള്ളം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്രയും പേർക്കുള്ള കഴിയാനുള്ള സൗകര്യം വളരെ കുറവാണ്. ആരും നിർദ്ദേശം നമുക്ക് തന്നിട്ടില്ല. വാടക വീട് വാങ്ങിത്തരാനോ, ലയത്തിലുള്ളവർക്ക് വീട് നമുക്ക് കോട്ടേഴ്സിന് വാടക തരാനോ അങ്ങനെയൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് അതൊരു പ്രതിസന്ധിയായി നിൽക്കണം. ആശങ്ക മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഈ 5 പാടിയിൽ അന്ന് രാത്രി ഉരുൾപൊട്ട സമയത്ത് ഞങ്ങൾ 5 ജീപ്പ് ഡ്രൈവറിനാണുള്ളത്. ഒന്ന് ഞാൻ, ഒന്ന് നമ്മളെ സെലീൻ എന്ന് പറയും, പിന്നെ രാജേഷ്, ശൈലേഷ്, ബൈജു. ഇവരാണ് നമ്മൾ 5 പേരാണ് നമ്മൾ ആ കാണുന്ന കോട്ടേഴ്സിലേക്കാണ് എല്ലാവരും കൊണ്ട് പാർപ്പിച്ചത് ആരിസൻസ് മലയിൽ. അപ്പോൾ ഇവരെ നമ്മൾ ആരും ഉൾക്കൊള്ളുന്നില്ല. ലയത്തിൽ താമസിക്കുന്നവർ ലയത്തിൽ താമസിച്ചോട്ടെ, കുഴപ്പമില്ല, വാസവിക്കാണ് പോയിക്കൊടുന്നുണ്ട്. കുടിവെള്ളം ഞങ്ങളുണ്ട് സാർ പോകാൻ. അരുൺ, സോബിൻ ഉന്നയിക്കുന്ന കാര്യം വളരെ പ്രസക്തമാണ്. എനിക്കിപ്പം ലത്തീഫ് ഭായ് ഉണ്ട്. ലത്തീഫ് ഭായ് ഇവിടെ തൊട്ടടുത്ത മാട്രക്കുന്ന്, അതായത് നമ്മൾ ചുരൽമലയ്ക്ക് എത്തുന്നതിന്റെ തൊട്ട് മറുവശത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ലത്തീഫ് ഭായ്, നിങ്ങളുടെ വീടിന് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇപ്പം ക്യാമ്പിലാണോ ഉള്ളത്? അവിടേക്ക് മാറി താമസിക്കാവുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് വാസയോഗ്യമാണ് വന്ന് താമസിക്കുന്നത്. രാവിലെ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പിൽ ഇപ്പോൾ ഒരു 250 വീടിൻ്റെ ഫോൺ നമ്പർ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് മാറാം, അല്ലെങ്കിൽ ഇവിടെ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറാം. അരുൺ, ഇതിന് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് പല വിധത്തിൽ ക്വാർട്ടേഴ്സുകളും വാടക വീടുകളും കണ്ടെത്തിയ സാഹചര്യമുണ്ട്. പക്ഷേ ദൂരപരിധി പോലും അവർക്ക് പ്രതിസന്ധിയാകുന്നു എന്നുള്ളതാണ്. ഇവിടെയുള്ള ആളുകൾ മേപ്പാടി, മുപ്പൈനാട്, ഇപ്പം കൽപ്പറ്റയൊക്കെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉപജീവനം കണ്ടെത്തിയൊക്കെ ജീവിക്കുന്ന ആളുകൾ കൂടിയാണ്. അവർക്ക് ഈ മാനന്തവാടിയോ അല്ലെങ്കിൽ പുൽപ്പള്ളിയൊക്കെ വീടുകൾ ലഭിച്ചാൽ എങ്ങനെ പോകാൻ കഴിയും എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ കാര്യത്തിലൊക്കെ തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ കൂടി നടത്തി, ഒരു സ്ക്രൂട്ടിനി കൂടി നടത്തിയിട്ട് വേണം അവരെ പുനരധിവസിപ്പിക്കാൻ എന്നുള്ള ആവശ്യവും കൂടിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ദീപക് ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചുരൽമലയിൽ മഴ പെയ്യുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു ആദ്യമാണ്. പണ്ടാണെങ്കിൽ ചുരൽമലയിൽ മഴ പെയ്യുന്നത് കാണാൻ വേണ്ടി മാത്രം ആളുകൾ വണ്ടി മാറ്റി വരുമായിരുന്നു. അതെ, ഇപ്പം മഴയുണ്ട്. പക്ഷേ വലിയ മഴയല്ല, പൊതുവെ വയനാട്ടിൽ മഴ ഇന്നുണ്ട്. ഓക്കെ ദീപക്, തുടരുക. അപ്പോൾ ദീപക് ഇപ്പോൾ നിൽക്കുന്നത് ചുരൽമലയിൽ നമ്മുടെ ബെയിലി ബ്രിഡ്ജിന്റെ ആ ഭാഗത്താണ് നിൽക്കുന്നത്. അവിടെ നിന്നും ദീപക് പുറത്തു കൊണ്ടുവരുന്ന ഒരു വാർത്ത ഈ വാടക തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്ക ഇപ്പോഴും അങ്ങോട്ട് ഒഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ചിലരെങ്കിലും ഇന്നലെ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞത് അവരൊക്കെ ചിലർ ചോദിക്കുന്ന, ഒരാളോട് ചോദിച്ചു അത്രേ 1 ലക്ഷം രൂപ വേണോ അത്രേ. ഒരു 3 മുറികളുള്ള ഒരു വീടിന് 1 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചോദിച്ചു. പിന്നെ 20,000 രൂപ മാസ വാടകയും വേണം. എന്നിട്ട് അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഹോം സ്റ്റേക്ക് കൊടുത്താൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടും, നിങ്ങളായതുകൊണ്ട് ഇത്രയും തരാം. കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്തിരിക്കുന്ന മനുഷ്യരോടാണ് 1 ലക്ഷം രൂപയൊക്കെ ചോദിക്കണമെങ്കിൽ അപാരമായിട്ടുള്ളൊരു മനോധൈര്യം വേണം.
പക്ഷേ എന്തായാലും ആ വിഷയത്തിൽ DDMA ആക്ട് പ്രയോഗിക്കാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തി ഇത്തരം വീടുകൾ പിടിച്ചെടുത്ത് കൊടുക്കാൻ ഒരുപക്ഷെ ഈ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകൾ 6000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വീടുകൾ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ സർക്കാരിന് സാധിക്കും. ഇപ്പോൾ വീടുകളുടെ ഒരു വലിയ ലിസ്റ്റ് എല്ലാ ക്യാമ്പുകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്, നമ്പർ സഹിതം. അപ്പോൾ അവിടെയുള്ളവർക്ക് ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാം, നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് തരാം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ വീട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് മാറാം. ഇന്നലെ നമ്മൾ 10 ലക്ഷം രൂപയുടെ സാധന ഉപകരണങ്ങളാണ്, ആ കിച്ചണിലേക്കുള്ള ഉപകരണങ്ങളാണ് റിപ്പോർട്ടർ TV ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ആ ഉപകരണങ്ങളുടെ സംഭാവന ഇന്നലെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഇപ്പോൾ കോഴിക്കോട് നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. കോഴിക്കോട് മാങ്കാവിൽ KSRTC ഡ്രൈവർക്ക് മർദ്ദനം എന്നൊരു വാർത്തയാണ്. കാർ യാത്രക്കാരനാണ് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് P. സുബ്രഹ്മണ്യൻ എന്ന ഡ്രൈവറെ മർദ്ദിച്ചത്. ഡ്രൈവർ ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി. മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. MM രാകേഷ് നമുക്കൊപ്പം ചേർന്നു. ആദ്യ ദൃശ്യങ്ങൾ കാണാം. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായി കാണാം. ഈ ഡ്രൈവറെ അയാൾ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. MM രാകേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. MM രാകേഷ്, ഇപ്പോൾ ഈ P. സുബ്രഹ്മണ്യൻ ബീച്ച് ഹോസ്പിറ്റലാണ്. ഈ ആരാണ് ഈ P. സുബ്രഹ്മണ്യനെ മർദ്ദിച്ചത്? പോലീസ് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണ്. ഈ ദൃശ്യങ്ങൾ പിന്നീടാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി തന്നെ ആളെ മനസ്സിലാവുകയും മറ്റും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് KSRTCയിലെ ഡ്രൈവർമാരും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. P. സുബ്രഹ്മണ്യനെയാണ് മാങ്കാവിൽ സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചുകൊണ്ട് KSRTC ഡ്രൈവറെ കാർ യാത്രക്കാരൻ തടഞ്ഞു നിർത്തി നേരെ ബ്ലോക്കിടുകയായിരുന്നു. ഒരു സ്വകാര്യ ആശുപത്രിക്ക് മുൻപിൽ വെച്ചാണ് നേരെ ബ്ലോക്കിട്ടു. അതിനുശേഷമാണ് വാക്തർക്കത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ അതായത് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന KSRTC ഡ്രൈവർ ഓടിച്ചിരുന്ന KSRTC ബസ്സിന് പിന്നാലെ വന്ന ആളാണ് ഈ മർദ്ദിച്ചിരിക്കുന്നത്. ഈ കാർ കൊണ്ടുവന്ന് ഈ ലോറിക്ക് കുറുകയിട്ടു അല്ലേ? അതിനുശേഷം പുറത്തിറങ്ങി വന്ന് ഡ്രൈവറെ ഡോർ തുറന്ന് അടിക്കുകയായിരുന്നു ഉണ്ടായത്. അത് തന്നെ, അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് കുറെ സമയം ഈ ബസ് സൈഡ് നൽകിയില്ലെന്ന്, പ്രത്യേകിച്ച് മാങ്കാവ് ആ റോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. ദേശീയപാതയിൽ പ്രവൃത്തികൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ റൂട്ടിലൂടെയാണ് കൂടുതൽ വാഹനങ്ങൾ പോകുന്നത്. നമ്മൾക്ക് വിചാരിച്ച പോലെ അങ്ങനെ ഒരു വാഹനത്തിന് എളുപ്പത്തിൽ സൈഡ് കൊടുക്കാവുന്ന മാങ്കാവ് പൊതുവെ മാങ്കാവ് ജംഗ്ഷൻ എത്തുമ്പോഴേക്കും തന്നെ വലിയ രൂപപ്പെടാറുണ്ട്. ആ സമയത്തായിരിക്കണം ഇത്തരത്തിൽ നിരന്തരമായി ഹോൺ അടിക്കുകയും പിന്നീട് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചുകൊണ്ട് ഈ KSRTC ബസ്സിനെ മറികടന്ന് നേരെ കുറുകെ ഇട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനം നടത്തിയിരിക്കുന്നത്. ഓക്കെ, MM രാകേഷ് ആണ് വിവരങ്ങൾ നൽകിയത്. മാങ്കാവിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. KSRTC ഡ്രൈവർ സുബ്രഹ്മണ്യനെ പുറത്തുനിന്ന് അടിക്കുന്ന നോക്കി, ഞാൻ വോളിബോൾ കളിക്കുന്ന പോലെയാണ് പുള്ളി പുറത്ത് ചാടി സ്മാഷ് ആയിട്ട് എടുത്തിട്ട് കളിക്കുന്നത്. എന്നാലും ചോദിക്കും എത്ര